ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിസ് കിച്ചൺ. റമദാൻ തുടങ്ങിയല്ലോ, അപ്പോൾ എല്ലാവരും എന്തെങ്കിലും വെറൈറ്റി സ്നാക്സൊക്കെ നോക്കി നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇതൊരു വെറൈറ്റി സ്നാക്കാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നാളധികം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് പൊട്ടറ്റോ ബോയിൽ ചെയ്യാം, ഒരു 3-4 എണ്ണം. ഇത് ഇത്രയും ചിക്കനാണ് എടുത്തിട്ടുണ്ട്, ഒരു 4-5 പീസ്. അതിലേക്ക് കുറച്ച് പച്ചമുളക്, അതായത് ഗ്രീൻ ചില്ലി അരച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണൊക്കെ ഗ്രീൻ ചില്ലി ഇട്ടാൽ മതിയാവും. പിന്നെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഒന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനാണിത്. ഇതുപോലെ ഇങ്ങനെ ചിക്കി എടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച ചിക്കനാണിത്. പച്ചമുളക് അരച്ചതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ അങ്ങനെ മതിയാവും, അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ചില ആൾക്കാർക്ക് ഈ സോയാ സോസിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമാണെന്നൊന്നുമില്ല, അതുകൊണ്ട് അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് കൂടി ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ നമ്മുടെ സോസൊക്കെ ചിക്കനിലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് നേരം അങ്ങനെ കുക്ക് ചെയ്യണമെന്നില്ല, കാരണം ഓൾറെഡി വേവിച്ച് വെച്ച ചിക്കനാണല്ലോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലത്. നമ്മളില്ലെങ്കിലും ചായക്കടിയൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണയേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലൊക്കെ ആയിരിക്കും. അതിൽ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് തന്നെ ഇട്ട് കൊടുക്കണം, കാരണം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കടിക്കാൻ വേണ്ടി കിട്ടുന്ന എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് 3 ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബീൻസ് ഒരു 1/2 കപ്പും ക്യാരറ്റും 1/2 കപ്പ്, അങ്ങനെ ആ ഒരു അളവിലെടുത്താലും മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ക്യാബേജ് കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഈ ക്യാരറ്റും ബീൻസും നന്നായിട്ട് വഴന്ന ശേഷം നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം എല്ലാം കൂടി ഒന്നിച്ച് പെട്ടെന്ന് വെന്ത് വരണമെന്നില്ല. അതുകൊണ്ട് ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പെപ്പർ പൗഡറാണ്. അത് നമുക്ക് 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ മസാലയിലും പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും അങ്ങനെ എരിവ് ഇഷ്ടമല്ലെങ്കിൽ ഇത് കുറച്ച് ഇട്ടാലും മതിയാവും. ഇനി മാഗി ചിക്കൻ ക്യൂബ്സ് 1 അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇത് ഗ്രീൻ പീസാണ്, ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഇനി നിങ്ങൾ ഗ്രീൻ പീസ് എടുക്കുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ കൂട്ടാത്ത വീട്ടിലുള്ള പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഈ മസാല മാറ്റിയെടുത്ത് വെക്കാം. നമുക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടി ചിക്കൻ്റെ മസാലയും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമ്മുടെ ഇതിൽ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നേരത്തെ നമ്മൾ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ചിക്കൻ കൂട്ടാത്തവരുണ്ടെങ്കിൽ അതിൽ മസാല എടുത്ത് വെക്കാമെന്ന്. അതിന് മുമ്പ് പൊട്ടറ്റോ ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ചിക്കൻ ഇല്ലാതെ മസാല എടുത്ത് വെച്ചാൽ നമുക്കിത് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ക്ലിങ് ഫിലിം വെച്ച ശേഷം ഇതുപോലെ നമ്മുടെ മസാല ഫില്ലിങ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു പരന്ന പാത്രം, അത് എങ്ങനത്തെ ആയതിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അടിഭാഗത്ത് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് എണ്ണ ആക്കിയ ശേഷം, അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ്, എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ക്ലിങ് ഫിലിം വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് കവർ ചെയ്യാം. ഇനി നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഒരു എന്താ പറയുക, ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ഇങ്ങനെ നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ആ ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് 1 മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. അതായത് ഫ്രീസറിൽ തന്നെ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതൊരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇതിൽ വെജിറ്റബിൾസും ഒക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുറിച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, അതായത് കുറച്ച് വലുതായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ടോ, അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതന്നിരിക്കുന്നു. അതുപോലെ ഇഷ്ടമുള്ളതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ എനിക്കിതാ ഇത്രയും പീസായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു 2 മുട്ട നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു ചെറിയ കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതുപോലെ മൈദപ്പൊടി ഇട്ട് നന്നായി ഇളക്കിയ ശേഷം അതിലൊരു 2-3 ടേബിൾ സ്പൂണ് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതായത് നമ്മൾ 2 ബാറ്ററിൽ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ മാറ്റി വെച്ചതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് തിന്നായിട്ട് മാറ്റിയെടുക്കാം. അതായത് മറ്റേത് ആദ്യം എടുത്ത് വെച്ചത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററും രണ്ടാമത്തേത് കുറച്ച് തിന്നായിട്ടുള്ളതുമായിരിക്കണം. ഡബിൾ കോട്ടിങ് ചെയ്തിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതിതുപോലെ പൊടിച്ചിട്ട് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലെക്സും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തത് മിക്സാക്കി കൊടുക്കാം. ഇത് രണ്ടും കൂടി മിക്സാക്കിയിട്ട് ഒന്നിച്ചാക്കാം. ഇനി നമ്മൾ ആദ്യം ഈ തിക്കായിട്ടുള്ള ബാറ്ററിൽ മുക്കിയ ശേഷം നമ്മുടെ ഈ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്യാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് കവറിങ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തിന്നായിട്ടുള്ള ബാറ്ററിൽ മുക്കി കൊടുക്കണം. ഇതാ വെള്ളം കൂട്ടി വെച്ചിട്ടുള്ള ആ തിന്നായിട്ടുള്ള ബാറ്ററാണ്. ഇനി ഇതിൽ മുക്കിയ ശേഷം നമ്മൾ വീണ്ടും എഗെയിൻ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് കോൺഫ്ലെക്സ് കോട്ടിംഗ് ഉണ്ടല്ലോ അതിൽ വിട്ടിട്ട് വീണ്ടും നല്ല കോട്ടിംഗ് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ ഇനി എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കേണ്ടത്. മാക്സിമം നമുക്കൊരു 1 or 2 വീക്കൊക്കെ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, ഇത് ഞാൻ ഈ ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ട് ആക്കിയതാണ്. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ എല്ലാവരും എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലും ആക്കി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു കോട്ടിങ്ങും കൂടി കാണിച്ചു തരുന്നതാണ്. ഇതുപോലെ ഡബിൾ കോട്ടിങ് തന്നെ കൊടുത്തിട്ട് ഫ്രീസറിൽ വെക്കണം. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് നാൾ നിൽക്കണമെന്നില്ല.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തിക്ക് ബാറ്റർ, പിന്നെ ബ്രെഡ് ക്രംസിൻ്റെ, പിന്നെ അതിന് ശേഷം തിൻ ബാറ്റർ, പിന്നെ അഗെയിൻ ബ്രെഡ് ക്രംസ്. അപ്പോൾ ഇതാ ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതാ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണിത്. ഞാൻ പറഞ്ഞല്ലോ, ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.